ചായക്കടകളിൽ എപ്പോഴും കാണുന്ന ഒരു പലഹാരം സുഖിയൻ, ചിലർ മോദകമെന്നും പറയും. ഇതിനകത്ത് ചെറുപയറും തേങ്ങ, ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെയാണ് ഫില്ലിംഗ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഞാനൊരു സാധനം കൂടി ചേർത്ത് കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റുള്ളൊരു സുഖിയനാണ്. ആദ്യം നമുക്ക് ചെറുപയറൊന്ന് വേവിക്കണം. അപ്പോൾ ഒരു കുക്കറിലോട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം ചെറുപയർ ഞാനൊരു 4-5 മണിക്കൂർ കുതിർത്തതാണ്. അതിനകത്തേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു. കുതിർത്ത ചെറുപയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വേവിച്ചാൽ മതി. വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. ഇനി വേണ്ടത് അവലാണ് കേട്ടോ. അവലും ചെറുപയറും കൂടി മിക്സ് ചെയ്താണ് ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒന്ന് തൂകി വെക്കാം, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവൽ നനച്ചതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കട്ടിയുള്ള അവലുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വരും. ചെറുപയർ ആവിയൊക്കെ പോയി നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കണം, കല്ലിച്ച് കിടക്കരുത്. എന്നാൽ ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. നമ്മളൊന്ന് കുതിർത്തിട്ട് വേവിക്കുവാണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു പാകത്തിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഇനി ഒരു മിക്സി ജാറിലോട്ട് 4-5 ഏലക്കയും 1/4 ടീസ്പൂൺ ജീരകവും ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചു വെച്ചു. ഇനി നമ്മൾ നേരത്തെ നനച്ച് വെച്ച അവലിലോട്ട് വേവിച്ച് വെച്ച ചെറുപയർ ഇട്ടു. ഒരു അരക്കപ്പും 2 ടേബിൾ സ്പൂണും തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് പഞ്ചസാര ഞാനൊരു 3 ടീസ്പൂണായിട്ടിരിക്കുന്നത്. നമ്മൾ പൊടിച്ചു വെച്ച ആ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചു വെച്ചതിട്ടു. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് മറക്കരുത്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈവച്ച് തന്നെ ചെയ്യുന്നതാണ് കാരണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ഒരു ഉരുള പോലെ ആക്കിയെടുക്കാൻ പറ്റുന്നൊരു രീതിയിൽ എടുക്കണം. അപ്പം ഈ അവലും അതുപോലെ ചെറുപയറും നല്ല സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈസിൽ ചെയ്തെടുക്കാം. ഏകദേശം 10-11 മോദകം ഉണ്ടാക്കാനുള്ള അത്ര ഫില്ലിംഗ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ കോട്ടിംഗ് റെഡിയാക്കണം. ബൗളിലോട്ട് 1/4 കപ്പ് മൈദ, 2 ടീസ്പൂൺ ഇടിയപ്പത്തിനുള്ള പൊടി അരിപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, കളറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി ഇതിലാദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. അത് കഴിഞ്ഞ് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അത് നല്ലപോലെ മിക്സ് ചെയ്തത് ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവായി കഴിയുമ്പം 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒത്തിരി ലൂസാക്കാറില്ല. ഈ ഇത്രയും കട്ടിക്കാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഉരുള ഇട്ട് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കോട്ടാവത്തില്ല, ഇങ്ങനെ ഒലിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആ ഒരു ഉരുള ഇട്ടിട്ട് നന്നായിട്ടങ്ങ് കോട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇത്രയും കട്ടിയാവുമ്പോഴേക്കും നല്ലപോലെ അതിനകത്ത് പിടിച്ചിരിക്കും. ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കരുത്. കാരണം ഈ മാവ് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളിൽ എണ്ണ കയറും, ഫില്ലിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഈ എണ്ണ കയറും, പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പുറമേ ഉള്ള കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. നമ്മൾ എത്ര ബേക്കറി പലഹാരം കഴിച്ചാലും ചായക്കടകളിൽ കിട്ടുന്ന ഈ നാടൻ പലഹാരങ്ങളുടെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.